ഗായ്സ്, ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കണം. എന്താണെന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, നമ്മൾ മീനെ പിടിച്ചിടുന്ന കൊല്ലിയാണ്. ഇതിനകത്ത് എന്താണെന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, നല്ല സൈസുള്ളൊരു കരിമീൻ കിടക്കുന്നുണ്ട്. കരിമീൻ അവർ ഇതുണ്ട, നല്ല സൈസുള്ളൊരു കരിമീൻ. ഇതുണ്ട, കൊല്ലിയും കരിമീൻ. നല്ല അടിപൊളി ഒരു കരിമീനാണ് കിട്ടിയേക്കണം. വലിയ സാധനമാണ്. ഇപ്പോൾ വലയെ കിട്ടിയതാണ്. നമുക്കിത് വെച്ചിട്ട് കരിമീൻ പൊള്ളിച്ചതുണ്ടാക്കാം. വാഴയിൽ വെച്ച് വാട്ടി കരിമീൻ പൊള്ളിച്ചതുണ്ടാക്കി നമ്മളിന്ന് തിന്നും. അപ്പോൾ നമുക്ക് ആദ്യം കരിമീനൊന്ന് വെട്ടി ക്ലീൻ ചെയ്തെടുക്കണം. ഉറുമണക്ക് വേണ്ടിയിട്ട് നമുക്ക് തൊലി ചെത്തിയെടുക്കാം. വലിയ കരിമീനായത് കാരണം എന്താ, നമ്മളിപ്പോൾ വലയിൽ പിടിച്ച കരിമീനാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് നമ്മൾ ഓർത്തെങ്കിൽ നമുക്ക് കാര്യം ചെയ്യാം, കരിമീൻ അങ്ങോട്ട് പൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിച്ച് വാഴയിൽ വെച്ച്. നല്ല അടിപൊളിയായിട്ട് കരിമീൻ വെട്ടിയെടുത്തിട്ടുണ്ട്. സൂപ്പറാക്കി എടുത്തിട്ടുണ്ട് കരിമീൻ വെട്ടിയിട്ട്. നമ്മുടെ ഒരു ചട്ടിയുടെ അത്രയുണ്ട് സാധനം. ഇനി നമുക്ക് ഈ കരിമീനെ ചെറിയ പീസുകൾ, പീസല്ല, നമുക്കിങ്ങനെ വരയിട്ട് കൊടുക്കാം. കരിമീനിൽ എന്തിട്ട് കൊടുക്കാം? വരയിട്ട് കൊടുക്കാം. കരിമീനിൽ ചെറിയ ചെറിയ വരയിട്ട് കൊടുക്കാൻ പോവാണ്. പക്ഷെ നമ്മൾ കരിമീൻ മൊത്തത്തിൽ വെക്കാൻ പോകുന്നത്. അത് കാരണം അധികം ഒന്നും കളയേണ്ട ആയിട്ടില്ല. ജസ്റ്റ് അകത്തുള്ളതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞാൽ മാത്രം മതി. ഫ്രഷ് കരിമീനല്ലേ, ഇപ്പം കിട്ടിയ കരിമീനല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് കായലിലെ വെള്ളത്തിലല്ല, നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന പോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് അധികം നന്നായിട്ടൊന്നും അറിയത്തില്ല. ഓക്കെ, നമ്മൾ ഈ മീനിൻ്റെ കുടൽ ഇട്ടപ്പോഴേക്കും അതെടുക്കാൻ വേണ്ടി പരന്ത് വരുന്നുണ്ട്. അത് ചെറിയ ചെറിയ പീസായിട്ട് നമുക്കിങ്ങനെ വരഞ്ഞു കൊടുക്കാം. ചെറിയ പീസായിട്ടില്ല, ചെറിയൊരു ഇതൊക്കെ പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ വരയിട്ട് കൊടുക്കാം. വലിയ കരിമീനായത് കാരണം അടുപ്പിച്ചടുപ്പിച്ചിടാം. ഒരു ആഴത്തിലിട്ട് കൊടുക്കുക. ഓക്കെ, പാലിൽ പറഞ്ഞിട്ടാണ്. ഇത് നമുക്ക് കരിമീൻ വറുക്കാനുള്ള പരിപാടി നോക്കാം. നമുക്കിത് വറുക്കാൻ കേട്ടോ. ഇതിൽ പെരട്ടാനുള്ള മസാലയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും സാധനം ഞാൻ അരച്ചുകൊണ്ട് വന്നതാണിത്. ഇത് നമുക്ക് നമ്മുടെ മീനിലേക്ക് പുരട്ടി കൊടുക്കാം. ഇത് കണ്ടോ, അരച്ച് പേസ്റ്റാക്കി വെച്ചേക്കണം. കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മറ്റേ വാഴയിലിൽ വെച്ച് സെറ്റ് ചെയ്യാനായിട്ടും കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ആ ഗ്യാപ്പിലൊക്കെ പിടിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. കരിമീനെ ഇപ്പുറത്തായിട്ട് മറിച്ചിട്ടിട്ട് ഇപ്പുറത്തും വെക്കണം. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇത് തേച്ചിട്ട് എത്ര മണിക്കൂർ വെയിറ്റ് ചെയ്യണം? 2 മണിക്കൂറാണ്. 2 മണിക്കൂറൊന്നും വേണ്ട, ഒരു 10-15 മിനിറ്റ്, ഒരു അരമണിക്കൂറെങ്കിലും. നമുക്കൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഓക്കെ, സ്ഥിതിയെ പറയുന്നത് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ. തല്ലണ പറഞ്ഞില്ലേ? നീ എന്താ പറഞ്ഞ? 2 മണിക്കൂർ വേണ്ട, 10-15 മിനിറ്റ് മതി.
സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കേ നമ്മുടെ ഇല വെച്ച് തന്നെ ഒന്നിങ്ങനെ മൂടി വെക്കാം. എന്നിട്ടൊരു ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. നൈസ്. കായലിലെ നടുക്ക് കരിമീൻ പൊള്ളിച്ചത് അരമണിക്കൂറായിരുന്നു. നമ്മൾ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. ഒരു ചെറിയ ഉരുളി എടുത്തിട്ടുണ്ട്. മീൻ വറുക്കാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്കൊരു വേപ്പില ഇട്ട് കൊടുക്കാം. ഇതേ നമ്മുടെ സാധനം അരമണിക്കൂറായിട്ട് നമ്മൾ മസാല തേച്ച് വെച്ച നമ്മുടെ കരിമീൻ മഴ അതിലേക്ക് ഇട്ട് കൊടുക്കും. ഒറ്റ കരിമീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രൈ ഗൈസ്. ഇത് കണ്ട നമ്മുടെ കായലിൽ സന്ധ്യയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഒരു വ്യൂ ആണ്. കണ്ടോ നൈസല്ലേ? അപ്പോൾ ഈ ഒരു വ്യൂവിലിരുന്നാണ് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ കാണിച്ചിട്ടായ കണ്ടോ ആ ഒരു വ്യൂ കിടന്നിട്ടാണ് ഈ കരിമീൻ വറുത്തുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ. പത്ത് മിനിറ്റായി. എത്ര മിനിറ്റ് ആയിക്കണം? ഒരു 5-6 മിനിറ്റായി. നമ്മൾ കരിമീൻ മായം മറിച്ചിടാം. പൊടിഞ്ഞു പോകരുത്. അത് ഇളക്കി അടിക്കുന്നത്. ഇപ്പുറത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. നമ്മുടെ വേപ്പിൽ അവിടെ കിടക്കുന്നത് കൊണ്ടാണ്. ഒരു 5 മിനിറ്റ് കൂടെ നമുക്കിങ്ങനെ വറക്കാം. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. കരിമീൻ നമുക്ക് ഒരു ചെറിയ പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ ചെറിയൊരു പ്ലേറ്റിലേക്ക് മാറ്റി കരിമീൻ. റൈസ് നമുക്കിതിലേക്ക് അല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മീൻ വറുത്ത ചട്ടി തന്നെയാണ്. ഓരോ സാധനങ്ങൾ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള, അതൊന്ന് ആക്കി എടുക്കണം ചെറുതായിട്ട്. നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ്, അതായത് നമ്മൾ ഈ വാഴയിലക്കകത്താണ് മീൻ വാട്ടിയെടുക്കുന്നത്. അപ്പോൾ ഞാനത് കൊണ്ടൊന്ന് മൂടി വെച്ച് വാഴയില ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതേ നമുക്ക് ഇതിനകത്തായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതണ്ട തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. പക്ഷേ ഇതുണ്ടോ വാഴയിലയിൽ ഇതുപോലെ ഇങ്ങനെ പരത്തി വെക്കണം. അതിനുശേഷം നമ്മുടെ മീൻ
നമ്മൾ നേരത്തെ പൊള്ളിച്ച് വെച്ച കരിമീൻ എടുത്ത് വെക്കണം. ഞാൻ കാണിച്ചില്ലേ, ഇത് കണ്ട ഈ ഒരു ഷേപ്പിൽ വാഴനാര് കെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി സന്ധ്യ ആയിപ്പോയി, അതുകൊണ്ടാണ് ടോർച്ച് അടിക്കുന്നത് കേട്ടോ. നമുക്കിത് കഴിക്കുന്നത് അകത്ത് വരുന്ന കാണിച്ചു തരാം ഞാൻ. ഇത് കണ്ടോ, വാഴനാര് കെട്ടിയെടുത്തിട്ടുണ്ട് നന്നായിട്ട്. അതിൻ്റെ അകത്ത് കരിമീനും ഗ്രേവിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മറിച്ച് നമ്മൾ മൂടി വെച്ച് പാത്രം മറിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് 10-15 മിനിറ്റ് കൂടി കഴിയുമ്പോൾ എടുക്കാം. ഇത് നമ്മൾ സാധനം റെഡി ആയിട്ടുണ്ട്, കഴിക്കാൻ പോവുകയാണ്. പൊക്കി വെക്ക്. നമ്മളെ മീൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കഴിക്കാൻ ബ്രെഡും ഉണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ മീൻ തുറന്ന് നോക്കാം എങ്ങനെയുണ്ടാകും. 2 കൈ ചെറുത് തുറന്നോ. സ്മെല്ല് വരുന്നുണ്ടല്ലേ, സ്മെല്ലുണ്ടാക്കിയേ. കിട്ടിയില്ല സാധനം. മീനെടുക്ക്. നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത് നിറച്ചനെ ഇതിയാണ് ടേസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? മീനെടുക്ക്. വായി വെച്ചില്ലല്ലോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എല്ലാവരും കൊടുക്കാം. ഇതണ്ട, മാംസം മാത്രമേ ഞാൻ ടേസ്റ്റ് ചെയ്യുള്ളൂ. ചൂട് എല്ലാം കൂടി ചെയ്യണമല്ലേ. അതെ, ഇതിന് അച്ചുണ്ട്. എങ്ങനെയുണ്ട്? ഇത് ദീപം ടേസ്റ്റ് ചെയ്ത് നോക്കി. എങ്ങനെയുള്ള നന്നായിട്ടുണ്ട്. നിനക്ക് വേണം? റൈസ് മീനിൻ്റെ ഒരു സൈഡ് നമ്മൾ തീർത്ത്, ഇനി അടുത്ത സൈഡ് എടുക്കാനായിട്ട് ഇങ്ങോട്ട് ഇട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇതാണ് സൈഡ്. നല്ല ചൂടുണ്ടല്ലോ. നല്ല ചൂടാ, കൈ വെക്കാൻ. ഇത് ബ്രെഡും കുറച്ച് ഗ്രേവിയും പൊടി എടുക്കണം. എന്നിട്ട് മുകളിൽ ശ്രദ്ധിക്കണം. സൂപ്പറാണ്. മതിയായില്ല. എനിക്ക് മതിയായില്ല. ഇവർ തിന്നു തീർക്കും മുമ്പ് ഇതൊരു മത്സരമാണ്. സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് കഴിക്കണം. നൈസ്. ചൂടോടെ കഴിക്കണമല്ലേ, എന്നാൽ ടേസ്റ്റ് കിട്ടുള്ളൂ. ഗൈസ്, അപ്പം നല്ല പോളിങ്ങാണ് നടക്കുന്നത്. നിനക്ക് വേണ്ടേ? കൂട്ടച്ചാ വെള്ളം കൊടുത്തില്ല. ഗൈസ്, അപ്പം നല്ല പോളിങ്ങാണിത്. മീൻ ഓൾമോസ്റ്റ് തീർന്ന്. അപ്പോൾ ഇനി അടുത്തൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഗൈസ് ഇത് കണ്ട, നമുക്കിനി ഇതിലിടാനുള്ള മസാലയൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ വന്നിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി,
പിന്നെന്നാണ് എടി അച്ഛനെ